കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിറച്ചു വാഴും എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിറച്ചു വാഴും അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 കഴിഞ്ഞ് 30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് സഭയുടെ അധികാരത്താൽ പഠിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുത്തുകൊണ്ട് പ്രപഞ്ചപ്രകൃതി മുഴുവനും പ്രതിഷ്ഠിക്കപ്പെടുവാൻ എന്റെ കൂടാരത്തിൽ നീ വരണമെങ്കിലോ നിൻ കൃപാരശ്മിയാലേ വെളിച്ചം നൽകണേ. പ്രാർത്ഥിക്കുക. ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല ഉപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ജീവിതാവശ്യങ്ങള്, പ്രാർത്ഥനാ നിയോഗങ്ങള് ഇപ്പോൾ മൗനമായി പരിശുദ്ധമ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണം വഴി ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ യാചിച്ചതെല്ലാം സാധിച്ചു തരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികടെ പരിശുദ്ധമ്മയുടെ കരുതലും സംരക്ഷണവും ഈശോയെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിരാ കാരുണ്യ സാഗരനേ കാത്തുകൊള്ളിടണമേ നീ. സ്വർഗീയ രാജനീശോ കർത്താവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾക്ക് കർത്താവുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെട്ടി നീക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. വെരി സിമ്പിളാണത്. നമ്മുടെ 15-ാമത്തെ അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത്. അപ്പോൾ വെട്ടി നീക്കപ്പെടാൻ, ദൈവത്തിലായിരിക്കാൻ, ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ അവർ ഉപരിപഠനക്കാരാണ്. കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയണത് കൃപാസനത്തിലെ അവസാനം നൽകിയ ധ്യാനമാണ്. ദൈവം ആദ്യം പ്രാരംഭധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു, പിന്നീട് വളർച്ചാ ധ്യാനമായി, പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി, വരദാനങ്ങളുടെ ധ്യാനമായി, പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് ഒക്കെ വന്നത്.
ഇതെല്ലാം കൂടിയ മരിയൻ തപസ് ഉണ്ടായിരുന്നു. മരിയൻ തപസ് കഴിഞ്ഞാണ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത്. ഉടമ്പടി നിങ്ങളെ കാന്തിപ്പോകാത്ത ശാഖകളാക്കും. കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കുന്നത് കാന്തിപ്പോകരുതെന്നാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റ് വരും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതുമേലെ ആഞ്ഞിരിക്കും, പക്ഷേ അത് വീണ് പോകത്തില്ല. ഇപ്പം നമ്മൾ നേരത്തെ ശുശ്രൂഷകർ പറഞ്ഞ 7:24 മത്തായിയുടെ സുവിശേഷം, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അതുമേലെ ആഞ്ഞിലച്ചു, അത് വീണു പോയില്ല. അപ്പോൾ വീണു പോകാനും കാന്തിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീണു പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ 7:24 ആ മത്തായിയുടെ സുവിശേഷം 7:24-25 കൂടെയാണ് ശരിക്കും കർത്താവ് 15:2 ചേർത്ത് വെക്കേണ്ടത്. എന്താണ്? കാറ്റടിച്ചാലും കാന്തിപ്പോകാത്ത ശാഖ. ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കർത്താവിൻ്റെ തായ്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കാര്യം എന്താണ്? ഉടമ്പടി വചനമാണ്, ഉടമ്പടി നിയമമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നിയമം തന്നിരിക്കണേ എന്തിനാ? കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ? ഇപ്പം സ്നേഹിക്കാൻ പറഞ്ഞാലും, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞാലും, അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും, അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിയമമാണത്, ഉപവിയുടെ നിയമമാണ്, സ്നേഹത്തിൻ്റെ നിയമമാണ്. പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:35 നമ്മൾ വായിക്കണത്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ്, സ്നേഹത്തിൻ്റെ നിയമങ്ങളാണ്. എന്തിനാണ്? നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ. കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കാൻ. കാന്തിപ്പോകാതിരിക്കണേ എന്തിനാണ്? തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പ്രകടിപ്പിക്കാനാണ്. ഫലങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കണത്? അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും. അത് നമുക്ക് പിന്നീട് വരാം. ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം. സ്നേഹക്ഷമതയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നൊക്കെ പറയണത് ഗലാത്യർ 5:19 ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? അതെല്ലാം സാക്ഷ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:10 ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ധ്യാനമാണ്, മറന്നു പോരുത്. അതായത് 15:10 അനുസരിച്ച് എന്താ പറയണത്? ഞാൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകള് പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ കൽപ്പനകൾ, നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. വ്യക്തമല്ലേ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് ഈശോ എന്താ പറയണത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. ലോകത്തിൻ്റെ അധികാരി ആരാണത്? അതായത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാരണമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. നത്തിങ് ടു ഡു വിത്ത് മീ. നിയമനിഷേധകരെന്ന് പറയും ഇതിനെ. ലോകത്തിൻ്റെ അധികാരി നിയമനിഷേധകനാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2:9 വായിക്കുന്ന
നിയമനിഷേധിയില്ലേ, അവനാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൽ നിന്ന് അടർന്ന് മാറണം, ദൈവത്തിൽ നിന്ന് അടർന്ന് മാറണം എന്നാണ് പറയണത്. ഈശോൻ എന്താ ചെയ്തിരിക്കണത്? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഏറ്റു പറഞ്ഞേ, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. 14, 30, 31 യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. ഈ അധികാരി എന്തിനാ വരണത്? ഈശോ താഴെ പറയും 14:31. ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ലോകത്തിൻ്റെ അധികാരി വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ്. അത് ടെസ്റ്റാണ് ശരിക്കും. ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണത് ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളൂ. ആർക്ക് ടെസ്റ്റ്? നമ്മൾക്ക് ടെസ്റ്റ്. അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല. നമ്മൾ അവനോട് അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ്. അതാണ് ഈശോ പറയണത് 14:31. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് പോകുന്ന ആളാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഞങ്ങൾക്ക് വല്ല പിശാച് ബാധയുണ്ടാ, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല കൂടോത്ര ദോഷമുണ്ടാ, ഞങ്ങൾക്ക് വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അവരോട് ഈ വചനം പറയും. എന്താണ്? 14:10. ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ പലരും കൂടോത്രം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരെ വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെങ്കിൽ യോഹന്നാൻ 15:10 അനുസരിച്ച്. എന്താണ് യോഹന്നാൻ 15:10? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും. കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല. അതാണ് ഈശോ പറയണത് 14:30 പറയണത്. ഇതാ ലോകത്തിൻ്റെ അധികാരി പിശാച് വരുന്നു. പിശാച് വരികയോ ചെയ്യും കേട്ടോ. പക്ഷേ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അവന് എന്നോടൊന്നും ചെയ്യാനില്ല. എന്നോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരോട് സാത്താനി ഒന്നും ചെയ്യാനില്ല. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സാത്താൻ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ എത്രയോ നേരത്തെ പിതാവിൻ്റെ തായ്തടിയിൽ നിന്നും പിതാവിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോയെന്നതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളൊരു മാർഗം എന്താ? പിശാചിനെ പ്രവേശിപ്പിക്കാതിരിക്കാനും പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതായത് യോഹന്നാൻ 14:31. എന്നാൽ എന്ന് പറഞ്ഞേ, എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പൊ ഈ ലോകമറിയണമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. പിതാവിൽ വസിക്കുക എന്ന് വെച്ചാൽ നിനക്ക് സ്വകാര്യമായി ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അതായത് ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമേ അല്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥന മാത്രമായാലോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 14:31 ഉടമ്പടി ക്രിസ്ത്യാനി കർത്താവിൻ്റെ വചനം കേൾക്കണം. എന്താണ്? നീ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം 14:31. പിതാവിൽ വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യമല്ലെന്നർത്ഥം. ആർക്കും സ്വകാര്യമായി ക്രിസ്തുവിൽ വസിക്കാൻ പറ്റത്തില്ല. സഹോദരനെ കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ലോകമറിയണം. ലോകമറിയാത്ത ഒരു പരിപാടികളും ഇല്ല. വായിച്ചേ, അവചനം വായിച്ചേ. എന്നാൽ ഞാൻ
പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പൊ ലോകമറിയാത്ത ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനികളല്ലെന്ന് അർത്ഥം, ഉറപ്പായി. കാര്യം ദൈവസ്നേഹം ഉണ്ടോ, ആ സ്നേഹത്തിൻ്റെ പ്രവർത്തികളിൽ അപരനുണ്ട്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ നെറ്റ് പറയണം. മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത നമുക്ക് ഈ തുണമ സൈവന്മാരില്ല. അതായത് ഇപ്പോൾ 10:32 നമ്മൾ വായിക്കണില്ലേ, മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണേ? ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ലോകം അറിയണമെന്നുള്ള വാക്കില്ലേ, നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ആണ് നമ്മളെ പിതാവുമായി യേശുവുമായി ഒട്ടിച്ചേർക്കുന്നത്. അതെല്ലാം നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം സ്നേഹം തന്നെയാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അത് വ്യക്തിപരമല്ല, അതിന് ഒരു സാമൂഹിക മാനമാണുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 15:10 അവിടുത്തെ സ്നേഹത്തിൽ നിലക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ച സ്നേഹത്തിൽ നിലനിൽക്കാൻ വിളിച്ചത് നാഥ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മക്കളെ, ജോലിയില്ലാത്തവര്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവര്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവര്, സാമ്പത്തിക കടമുള്ളവര്, കുടുംബജീവിതം തന്നെ വല്ലാത്ത ഒരു അകൽച്ചയിൽ കഴിയുന്ന ഭാര്യാഭർത്തകന്മാർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, കേസ് കെട്ടിക്കിടക്കുന്ന രൂപത കോടതികൾ കേസ് കിടക്കുന്നവർ, പിന്നെ സിവിൽ കോടതി കേസുകൾ, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾക്ക്, സ്ഥാപന സംഗമ വസ്തുക്കളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വിഷയങ്ങൾ, സമാധാനമില്ല, ദൈവ അനുഗ്രഹം ഫീൽ ചെയ്യണില്ല, പ്രാർത്ഥന ഫീൽ ചെയ്യണില്ല, സങ്കടവും ദുഃഖവും ക്ലേശവും രോഗവും, കുടുംബത്തിലുള്ള വല്ലാത്ത ഒരു സ്നേഹിക്കപ്പെടാത്ത അവസ്ഥകൾ, വെറുപ്പനുഭവിക്കുന്ന അവസ്ഥകളെല്ലാം ഇപ്പം മാറുന്ന സമയമാണ്. ഇപ്പോഴും അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു യേശുവേ നന്ദി. കർത്താവെ, ആരെല്ലാം മക്കൾ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന സമയങ്ങളിൽ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ കൈകളെല്ലാം കർത്താവെ നിന്റെ തിരുമുറുപാറുന്ന സ്വരത്തുകരം ഉയർന്നെഴുന്നേറ്റ മഹത്വത്തിന്റെ കരങ്ങളാക്കി മാറ്റി അടിപ്പഴോട് വൈദ്യാഘാതം പോലെ കർത്താവ് നിന്റെ കുടുംബത്തിലെ 4 അതിരുകളിൽ, നിന്റെ ഓഫീസുകളിൽ, നിന്റെ ജോലിക്കാര്യങ്ങൾ, നിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, നിന്റെ പരീക്ഷകൾ, നിന്റെ ടെസ്റ്റുകൾ കർത്താവ്, നിന്റെ ഇന്റർവ്യൂകൾ കർത്താവ്, ഏതെല്ലാം മേഖലകളിൽ കർത്താവ്, വാടക വിഷയങ്ങളിൽ കർത്താവ്, ഏതെല്ലാം മേഖലകളിൽ കർത്താവ്, എന്തെല്ലാം വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, നീ ഉടമ്പടി വെച്ച മുഴുവൻ കാര്യങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ സമർപ്പിക്കുന്നു. മാരക രോഗങ്ങളും ജീവിത ദുരിതങ്ങളും മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കൃപാസനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ അനുഭവം. നിങ്ങൾക്കും അനുഭവം ഉണ്ടാവട്ടെ. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കാം. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും ദിവ്യകാരുണ്യ നാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ കനിഞ്ഞാശീർവദിക്കണമേ. നിന്റെ വലിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ കുടുംബത്തിന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിവുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, ആരാധന. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.